ജീവിതത്തിൽ ആദ്യമായിട്ടാ സ്വന്തം വണ്ടി കൊണ്ട് സ്റ്റേറ്റിന് പുറത്തേക്ക് പോകുന്നത്. അതായത് ഇപ്പം നമ്മളെ കർണാടക ബോർഡിലേക്ക് കയറാൻ പോവാം. അപ്പം നമ്മുടെ പുൽപ്പള്ളി അല്ല, സുൽത്താൻ ബത്തേരി മുത്തങ്ങ കഴിഞ്ഞു. ഇപ്പം വേറെ ഒന്നുമല്ല, തിരുപ്പൂർ വരെ ഒന്ന് പോവാം. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് 230-240 കിലോമീറ്റർ ഉള്ളു. അതായത് പുൽപ്പള്ളി പെരിക്കല്ലൂരിൽ നിന്ന്. രാവിലെ ബസ്സിന് പോകാമെന്ന് ഓർത്ത് വന്നപ്പോൾ ബസ് പോയി. പിന്നെ എന്തായാലും വണ്ടി കൊണ്ടൊന്നും പോകാമെന്ന് ഓർത്ത്. അപ്പോൾ ഇങ്ങനെ ഇവിടെ വന്ന് ചെക്കിങ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇനിയിപ്പം ഇപ്പോൾ കർണാടക ബോർഡർ എത്തും. എന്നിട്ട് അതിലെ ബന്ദിപ്പൂര് വഴി പോകാനാ. തന്നെ ഉള്ളു, വേറെ ആരും ഇല്ല. ഒരാളെ കൂടെ കൂട്ടായിരുന്നു, പിന്നെ തോന്നി വേണ്ട, ഇപ്പം തന്നെ അങ്ങ് പോവാം. ഇപ്പം നമ്മുടെ മുത്തങ്ങ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ഇത് മൈസൂർ റോഡാ കേട്ടോ. വഴിയിലൊക്കെ വണ്ടിയൊക്കെ കുറവാ. നമ്മുടെ പൊൻകുഴിയൊക്കെ എത്താറായി. പക്ഷെ എന്തൊക്കെയാണല്ലോ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. പക്ഷെ എന്ത് സ്ഥലം, നമ്മുടെ ഈ കഴിഞ്ഞ ഉരുൾപൊട്ടല്, നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ ഭാഗങ്ങളുണ്ടായ ഈ ഉരുൾപൊട്ടൽ വന്നതോടുകൂടി നമ്മൾ ആ പ്രകൃതിയോടുള്ള ഇതൊക്കെ പോയി. കാരണം 400-500 പേരിന് മുകളിലാണ് മൊത്തം മരിച്ചതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം 350 പേര് മുകളിൽ ശരീരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇനി കാണാതായവർ ഒരുപാട് പേരുണ്ടല്ലോ. ഇവ പൊൻകുഴി എത്തി. പൊൻകുഴി ഇവിടെ കഴിഞ്ഞാൽ വെള്ളം കയറിയായിരുന്നു. പൊൻകുഴി ഇവിടെ ക്ഷേത്രമൊക്കെ ഉണ്ട്. ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ പോകണം. മയില് നടക്കുന്നുണ്ട്, മയില് എന്നാ ചെയ്യാം. മൊത്തം ഈ ഫോറസ്റ്റിന്റെ ഇടയിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ. ഇവരുടെ ഫോറസ്റ്റുകാർ തന്നെ കാട്ടുകാരുടെ വിൽപ്പന കേന്ദ്രമൊക്കെ ഉണ്ട്. ഫോറസ്റ്റ് ഓഫീസുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ പൂക്കളൊക്കെ നിൽക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ടാണ് വണ്ടി കൊണ്ട്, നമ്മള് ബൈക്ക് കൊണ്ടൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ അതുപോലെ കാറ് കൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മള് ഇതുവരെ പോയിട്ടില്ലാത്തതുകൊണ്ടേ അതിൻ്റെ ഒരു കാര്യങ്ങളൊന്നും അറിയത്തില്ല. പിന്നെ ഞാൻ അവിടുന്ന് നമ്മുടെ ഒരു സുഹൃത്ത് പോലീസ് വർക്ക് ചെയ്യുന്നവരാണ്, ശശി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചു. പുള്ളി പറഞ്ഞു, ഈ ധൈര്യമായിട്ട് പോകും, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, നമ്മൾ ധൈര്യമായിട്ട് പോകാം. കാരണം വണ്ടിക്ക് ബുക്കും പേപ്പറും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട, നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണം പോകാം. പുള്ളി ഒരു ധൈര്യം തന്നു. പിന്നെ നമ്മൾ ദൈവമേന്ന് വിളിച്ചാൽ പോവല്ലേ. ദൈവം ഒപ്പമുണ്ട്, പിന്നെ എൻ്റെ വിശ്വാസം ദൈവം ഒപ്പമുണ്ട്, പിന്നെ ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇവിടെ രാത്രിയിൽ 9 മണിക്ക് ശേഷമൊക്കെ വന്ന് കുടുങ്ങിക്കഴിഞ്ഞാൽ കുടുങ്ങിയതും
പിന്നെ അത് മാത്രമല്ല, എന്തെങ്കിലും ഒരു വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ല ഒരു ലോറി അവിടെ വഴി കിടക്കും, എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുന്നത്. ഇനിയിപ്പോൾ അത് ആൾ വന്ന് നന്നാക്കും. ഇവിടുത്തെ ഒരു പ്രത്യേകത ഇതൊക്കെ വിജനമായിട്ടുള്ള വഴികളാണ്. വാഹനങ്ങളുണ്ട്, ഇല്ല എന്നല്ല, എന്നാലും ആരും അങ്ങനെ നിർത്താറില്ലല്ലോ, വിട്ടുപോകല്ലേ ഉള്ളൂ. കുരങ്ങൾ ഇഷ്ടംപോലെ റോട്ടിലുണ്ട്. അങ്ങനെ നമ്മുടെ അതിർത്തി എത്തി കേട്ടോ. അതായത് കേരള കർണാടക അതിർത്തിയാണ്. നമ്മൾ അങ്ങോട്ട് കയറാൻ പോകും. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, കർണാടക ചെക്ക് പോസ്റ്റാണ്. ഞാൻ ബന്ദിപ്പൂരല്ല, എനിക്ക് തിരുപ്പൂരാണ് പോകേണ്ടത്. സാറേ ചേഞ്ച് എന്നല്ലോ, ഗൂഗിൾ പേ എന്തെങ്കിലും ഉണ്ടോ? വേറെ പൈസ അയ്യോ, ഗൂഗിൾ പേ ഉണ്ടോ? എന്നാ സാറേ പിന്നെ ഗൂഗിൾ പേ ഉണ്ടോ? എൻ്റെ അടുത്ത് വേറെ പൈസ ഒന്നും ഒന്നുമില്ല, ഞാൻ ഓർത്തില്ല, വിട്ടു ഇപ്പോഴാണ് ഓർത്ത. ഗൂഗിൾ പേ ഉണ്ട്, ഗൂഗിൾ പേ ചീട്ടാ. അയ്യോ, അപ്പം ഞാൻ പോയിട്ട് പറ്റുന്ന അല്ല. അപ്പോൾ അവിടുന്ന് പ്രശ്നമാവോ? അപ്പോൾ അവിടുന്ന് പ്രശ്നമാവോ? അവിടെ ചെല്ലുമ്പോൾ ഇത് ചീട്ടി വയ്ക്കുമ്പോൾ ഇല്ല. ചോക്ലേറ്റ് വേണോ? ഇത് വേറെ പൈസ എടുക്കാൻ മറന്നുപോയി. കയ്യിൽ വേറെ പൈസ ഒന്നുമില്ല. എന്താ ചെയ്യാന്ന് പറയുമ്പം എന്തായാലും ഇവിടുന്ന് തിരിച്ചു പോവാ. പോയിട്ട് ഇവിടെ മുത്തങ്ങ ATM ഉണ്ട്, ATM പോയിട്ട് പൈസ എടുത്തിട്ടുണ്ട്. ഒരു പൈസ എടുക്കട്ടെ, അല്ലെങ്കിൽ മുത്തങ്ങന്ന് പൈസ എടുത്തിട്ട് വരാം. അല്ലെങ്കിലേ അവിടെ നിന്ന് ചീട്ടില്ലെങ്കിൽ അവിടെ നിന്ന് ചീട്ടില്ല പിന്നെ ഇതാണ്ടേ കുഴപ്പമില്ലേ? അല്ലേ ഇല്ലല്ലേ? സാറേ ഒന്ന് പറഞ്ഞേക്കോ അല്ലേ? ആ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അതെ, മറ്റേ ചീട്ട് എൻ്റെ അടുത്ത് 20 രൂപ ഇല്ലായിരുന്നു. അപ്പോൾ ചീട്ടെടുക്കാൻ ഇതില്ല കാർഡ്, അവരൊരു ചീട്ട് തരുമല്ലേ, അപ്പോൾ അതെടുക്കാൻ 20 രൂപ ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവിടെ എത്തുമ്പോൾ വണ്ടി ആവുമെന്ന് അവർ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, പൊക്കോളാൻ പറഞ്ഞു. ആദ്യത്തെ അബദ്ധം തന്നെ പറ്റി. അതായത് ഇപ്പം
20 രൂപ ചീട്ടെടുക്കാൻ പൈസ ഇല്ലായിരുന്നു കയ്യിൽ, ഗൂഗിൾ പേ ആയിരുന്നു. അപ്പം ഞാൻ ആ ATM കയറി പൈസ എടുക്കാനും വിട്ടുപോയി. എന്താ ഒരു കുഴപ്പമില്ല, നല്ല ആൾക്കാരാണെന്ന് തോന്നുന്നു. എന്തായാലും അവിടെ ചെല്ലുമ്പോൾ അറിയാം, ചീട്ട് ചോദിക്കുമ്പോൾ. മൂടി പോയി. ഫ്രണ്ടിൽ പോയ ചേട്ടനോട് ചോദിച്ചു എന്നാ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് പൈസയുടെ വിഷയം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ പ്രകൃതി ദുരന്തം ഒരു ഭയങ്കര മനസ്സിന് ഭയങ്കര ഇന്നലെ പോലും എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അത് അത്രമാത്രം വിഷമമായിരുന്നു. എന്ന് പറഞ്ഞാൽ എത്രയോ കുഞ്ഞുങ്ങൾ, എത്രയോ പേര് ജീവിതത്തിലെ ജീവന് വേണ്ടിയിട്ട് മല്ലടിച്ചിട്ടുണ്ട്. പ്രിയ ശ്രോതാക്കൾ, നാടൻ പാട്ടിന് മലയാളികൾക്കിടയിൽ ഒരു തിരിച്ചുവരവ് നടത്താൻ എന്നെ അനുഗ്രഹിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. മാരുതി കാസറ്റ്സിന് വേണ്ടി ഞാൻ പാടുന്ന എൻ്റെ ഈ ഏറ്റവും പുതിയ കാസറ്റിൽ പഴയതും പുതിയതുമായ ഏതാനും ഗാനങ്ങൾ സംഗീത ചങ്ങലയായി അവതരിപ്പിക്കും. ആസ്വദിച്ചാലും അനുഗ്രഹിച്ചാലും എന്ന് നിങ്ങളുടെ സ്വന്തം കലാഭവൻ മണി.